വലിയ അനുഭവങ്ങളില്ല പുസ്തകം പക്ഷേ ഇപ്പം നമ്മളെ തൂരധികം തൂരൊരു പുഴയിലാണ് അടിപൊളി സ്ഥലം ഇവിടെ നോക്കി പറഞ്ഞോ ഇവിടെ കാട് ഇവിടെ പാലത്തിൻ്റെ അടിയിൽ എന്താ സംഭവം നമ്മളെ ഒരു കോയിലുണ്ട് കോയിലാണ് എത്രയും മഴ അടിപൊളി കോയിലുണ്ട് അപ്പോൾ കോയിലുണ്ട് ഇവിടെ വെള്ളം കയറ്റും അപ്പോൾ വെള്ളം നേരെ വരുന്ന ചാടിന് ഇങ്ങോട്ടാണ് ഇപ്പോൾ ചാടുന്ന രസമുണ്ട് അങ്ങനെയൊക്കെ മുദ്ര കൊണ്ട് വരും ആ കണ്ടോ അടിപൊളി സ്ഥലം പറഞ്ഞോ വെള്ളം ഞങ്ങൾ ചാടുന്നുണ്ട് അപ്പോൾ അതിൻ്റെ അടിപൊളി അടിപൊളി വെള്ളം വേണം സ്ഥലം വീട് നേരെ നമുക്ക് അങ്ങോട്ട് നിന്ന് പോയേക്കാം അവിടെ നല്ല അടിപൊളി സ്ഥലമാണ് എന്തെങ്കിലുണ്ടാകുന്ന ഉറപ്പ് വെള്ളം വരുമ്പോൾ സ്ഥലമാണ് വെള്ളം ജമ്പ് വരുമ്പോൾ വെള്ളം ചാടുന്നത് എന്തെങ്കിലും എടുക്കുകയാണ് നമ്മൾ വെജിറ്റൊക്കെ വരണം ഒരു വെറുതെ ലീവ് ഉണ്ടാവണം കരുതിയിട്ടില്ല ആകെ ടെൻഷനായി നിൽക്കരുത് അതുപോലെ നമ്മുടെ ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ കെയർഫുള്ളായിട്ടുണ്ട് ടെൻഷനും സങ്കടം പറഞ്ഞിട്ട് ഒരു ബുക്കെടുത്ത് അത് നല്ലത് ഫ്രണ്ട്സിൻ്റെ കഴിക്കാൻ കഴിയുള്ളൂ അങ്ങനെ കളിക്കും അങ്ങനെ കാണിക്കാനാണ് ഇല്ലെങ്കിൽ കുറേ സ്ഥലം കാണുന്നുണ്ട് അടിപൊളി സ്ഥലമായ സ്ഥലം തൂരാണ് ലൊക്കേഷൻ വരുന്നത് മച്ചമാരെ ഇപ്പോൾ നമ്മൾ തൂരെത്തിക്കുന്നത് തൂര് എൻട്രി സ്കൂളാണ് ഹൈസ്കൂളാണ് കാണുന്നത് തൂര് ഹൈസ്കൂള് നമ്മൾ ബാക്കിയോടെ പോവാം വലിയ ചെറിയൊരു മല ഉണ്ട് മല അറിയാനില്ല ഒരു കോറിൻ്റെ മേലെ നിൽക്കുമ്പോൾ വളരെ വലിയൊരു കുളമാണ് കുളമാണ് കോറിൻ്റെ ഹൈസ്കൂളാണ് കാണുന്നത് തൂര് ഹൈസ്കൂള് നമ്മൾ സ്കൂളിൻ്റെ സ്കൂള് കാണാം നല്ല അടിപൊളി ഒരു ഒരു അടിയൊക്കെ നോക്കി ഒരു അടിപൊളി കോറിങ് ആണ് അവിടെ അടിപൊളി സ്ഥലം ഇവിടെ നോക്കണം നല്ല അടിപൊളി കോറിയാണ് പറഞ്ഞ അടിപൊളി സ്ഥലമാണ് ഇതൊക്കെ സ്ഥലങ്ങൾ കാണണം സന്തോഷമായിരിക്കുക നമ്മൾ പറയാൻ പിന്നെ സങ്കടം തോന്നലാണ് ഓരോരോ സ്ഥലങ്ങൾ പോകും അതിന് കറങ്ങാൻ പോകും പോയി പിന്നെ സമയത്ത് കറങ്ങാൻ പോവാം അല്ല നമ്മൾ പേരിൽ നിന്നിട്ടോ ഒരു കാര്യമാണ് അത്ര സന്തോഷിക്കുക എത്ര കാലം ജീവിക്കുന്നുണ്ടോ അത്രയും കാലം നമുക്ക് സന്തോഷിക്കാൻ പോവാം ഒരു ഒഴിവുണ്ടാവുമോ എങ്ങോട്ട് പോവാം പേരിൽ കുത്തർനാട് മൂടട്ടോ യാത്ര ചെയ്യാം അതെ ഒരു മൂടൗട്ടായി കുത്തിരിക്കാൻ പാടില്ല ആരും ലീവ് ഉണ്ടൊരു സമയത്ത് അല്ലെങ്കിൽ വർക്കിന് പോവുക അതെ അപ്പോൾ നമ്മൾ അടിപൊളി സ്ഥലങ്ങളാണ് കാണുന്നത് പായരി അല്ലെ അസുഖങ്ങൾ നടന്ന സംഭവമാണ് നമ്മളടുത്ത് നമ്മളെടുക്ക് പോകണേ റെയിൽവേക്കാണ് അപ്പോൾ ആ വീഡിയോ കാണാം ഓക്കെ അപ്പോൾ നമ്മൾ കരകുണ്ട് എത്തിക്കണ്ടോ കരകുണ്ട് പാർക്കിൻ്റെ അടുത്ത് പറഞ്ഞാണ് തൂക്കുപാലൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടെ സംഭവമാണ് ഇവിടെ പൂക്കളിലെ സ്മെല്ലില്ലേ നല്ല സ്മെല്ല് നല്ല സുഗന്ധ സ്ഥലമാണ് പൂക്കളും നിറഞ്ഞ സ്ഥലം അവിടെ ഇത്രയും ഇവിടെ പൂമരം നിറഞ്ഞിട്ട് ഒരു തൂക്കുപാലം ഒരു അടിപൊളി സ്ഥലമാണ് എൻജോയ് ചെയ്യാൻ സ്ഥലം അടിപൊളി പൂക്കളും അങ്ങനെ നിറച്ച് പൂമരം നടന്നുണ്ട് ഒരു കുടുംബം ഒന്നിച്ച് നിന്ന് മരിക്കണം കുടുംബത്തിലുണ്ടോ ഒരേ കളറ് നിറച്ച് പറഞ്ഞില്ല കുറേ അത്രയുണ്ട് കുറേ കൂടെ പാറി കിടക്കുന്നുണ്ട് അടിപൊളി സ്ഥലങ്ങൾ ഈ ഓരോരോ വീഡിയോ കാണാം കമാ ഇത് എന്താണെന്ന് അറിയാം സംഭവം എന്താ പറയുക പണ്ടൊരു അടക്കനെ വരയ്ക്കുന്നുണ്ട് സംഭവം അടക്കനെ വരയ്ക്കല്ലേ ആണ് ഈ സംഭവം കൊണ്ടുള്ള ചെടിക്കാവുന്ന തോന്നുന്നുണ്ട് അതെ അടക്കി കണ്ടിട്ട് പണ്ട് വന്ന ചെറുപ്പത്തിൽ തന്നെ ഒരു 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ് വന്നാൽ തൂക്കുപാലത്തിന് വന്നപ്പോൾ അടിപൊളി വൈകിലൊരു ഫീല വരുന്നില്ല നല്ല സുഖം എന്താ പറയുക മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കണം ഇത്രയെല്ലാം അടിപൊളി സുഖം
നല്ല കുലുങ്ങുന്ന സംഭവം കേട്ടോ. നല്ല അടിപൊളി ഒരു വിശാലമായ സ്ഥലമാണ്. വെള്ളം കമ്മിയാന്ന് തോന്നുന്നുണ്ട്. പാർക്കിൽ എത്തിക്കണം. കുട്ടികളുടെ പാർക്കാണ്, നമുക്കൊന്നും പറ്റിയ പാർക്കല്ല. നമ്മുടെ റോഡിലൂടെ പോണ എൻ്റെ സ്ഥലം ചെറിയൊരു ഉണ്ടാക്കിയ സംഭവം കരിങ്കല്ല് ഉണ്ടാക്കിയ സംഭവമാണ്. കരിങ്കല്ലിൻ്റെ സംഭവം അത് കൈവരുണ്ടോ ചിക്കറിൻ്റെ സംഭവമാണ്. കല്ല് കൊത്തിപ്പണി ചെയ്താണ് ചൂടാൻ സംഭവം. ചെറിയ ചൂടുമ്പോൾ നമ്മൾ കാണാൻ കുറേ കാണാനുണ്ട്. പക്ഷേ നമുക്കത് അടിപൊളി കൊത്തിപ്പണി ചെയ്ത സംഭവം. ഈ സംഭവം കരിങ്കല്ലാണ് കഴിയില്ല. അത്ര കരിങ്കല്ലാണ് തോന്നുന്നു എനിക്ക് അറിയില്ല. ഇത് നല്ല വർക്കാണ്, നല്ല മുകളിൽ ഇത്ര ഐറ്റൊക്കെ വർക്ക് പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു കഴിവുണ്ട്. ഇത്രയും കാലം പഴക്കുന്ന സംഭവമാണ് കൊത്തുപണിൻ്റെ സംഭവം. യൂട്യൂബിൽ കാണാണ്ട് ഇതിനിപ്പോൾ പല പണി കഴിഞ്ഞതിൻ്റെ നമ്മുടെ ഇലക്ട്രിക്കലപ്പോൾ ട്രെയിനൊക്കെ അതിൻ്റെ നിർമ്മാണം ഇവിടെ നിൽക്കാൻ പാടില്ല പറയുന്നേക്കുണ്ട്. അതറി കഴിഞ്ഞപ്പോൾ ഷോക്ക് അടിക്കുന്നത് പറയുന്നത് എന്താ പറയുക അവിടെ നിൽക്കുവാണ്. മറ്റേമാര് ഇപ്പൊ കണ്ടില്ല. ഇപ്പൊ നമ്മളെ തൂര് ബീച്ച് ഒരു റെയിൽ പാത്തിൽ അവിടെ മറ്റേമാർ ഇവിടെ നിൽക്കണ പോലെ ട്രെയിൻ വരും. ടൈം എത്രയാ പറഞ്ഞാല് 3:30 കോട്ടയം വണ്ടി. കോട്ടയം വണ്ടി വരുന്നുണ്ട്. ഇവിടെ ഈ തൂര് ബീച്ച് തൂര് ഇതിലില്ല. ഇവിടെ കാലം നോക്കിക്കോ. അപ്പൊ നമ്മളിവിടെ പോവാണ്. അപ്പുറത്തേക്ക് പോവാണ്. ട്രെയിൻ അവിടെ വീട് എടുക്കാണ്. ഇല്ല അപ്പുറത്തേക്ക് ഇല്ലേ? അപ്പൊ നമ്മള് അങ്ങപ്പുറത്തേക്ക് പോകണ്ടോ? ഞാൻ പോരെ ട്രെയിൻ വരുന്ന സ്ഥലമാണ്. ഇപ്പോൾ കണ്ടുകളി നല്ല വിശാലമായൊരു പ്രതിഭാസമാണ് ഇവിടെ കാണുന്നത്. വെള്ളമില്ല അത് കുഴപ്പം. എന്ത് മനോഹരമായ ഒരു സ്ഥലമാണിത് കാണുന്നത്. നിങ്ങൾ ദൂരാണിത് സംഭവം സ്ഥലമാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കുക. പക്ഷേ ഒരു കാര്യം വരുമ്പോൾ ടൈം നോക്കി വരണം. നമ്മൾ കാണണം. അടിപൊളി സംഭവമാണ്. ട്രെയിൻ വരുന്ന ടൈം ആയിരിക്കുന്നത് 12 കാലമായി. ഒരു 15 മണി കഴിഞ്ഞാൽ ഇവിടെ നിൽക്കുന്ന ഒരു ട്രെയിൻ നിൽക്കൂല. തിരുവിച്ച് ഇവിടെ സൂര്യൻ നിൽക്കൂല. ഇവിടെ അത്ര അടിപൊളി സംഭവമാണിത്. ഇത് പാലാണ്. ഇവിടെ കരട് കയറ്റി മനസ്സിലാവും. അവിടെ സംഭവങ്ങൾ പിന്നെ ഇവിടെ വേറെ വരുമ്പോൾ സംഭവം ഈ സാധനങ്ങൾ ഇത് ശ്രദ്ധിക്കണ്ടോ. ഈ സംഭവം ഞാൻ ചുരുങ്ങും, വികസിക്കും. ഇത് ട്രെയിനിൻ്റെ സാധനം മാറാനൊക്കെ വേണ്ട. ഇതാണ് നീങ്ങ് തോന്നുന്നുണ്ട്. അറിയില്ല റെഡിക്ക് കാല് കൊടുക്കണം നോക്കണം. റെഡിക്ക് കയറി എടുക്കാൻ അറിയില്ല. ട്രെയിൻ ഇവിടുന്ന് വെയിറ്റാണ്. ഇവിടെ നിൽക്കാൻ പറ്റും നമുക്ക് അറിയില്ല. ഇവിടെ നിൽക്കാൻ ഞാവില്ല. അപ്പോൾ ഇവിടെ നിൽക്കാം. വരുമ്പോൾ സംഭവമാണ്. ഇപ്പോൾ ട്രെയിൻ എപ്പോഴെത്തി കുഞ്ഞ് ടൈം എത്രയാ പറഞ്ഞാൽ 3:27. വെറും 3-4 മിനിറ്റ് മതി ട്രെയിൻ ഇവിടെ എത്താൻ. പക്ഷേ ഇവിടെ ഉണ്ട് സാധനം. ഈ പാലം ട്രെയിൻ വരുമ്പോൾ അവിടെ നിൽക്കാൻ ആരും നിൽക്കരുത് കേട്ടോ. സംഭവമായിട്ട് നമ്മള് മക്കള് ഉമ്മമാര് നമ്മളെ പറഞ്ഞേക്കാൻ തരും. നമ്മൾ വിശ്വാസം കൊണ്ടാണ്. അപകടം അധികം ഉണ്ടാണ് സംഭവം. ഇവിടെ 2-3 പേരെ 2-3 മരിച്ചെന്ന് പറഞ്ഞൊരു കാക്ക ഇവിടെ എങ്ങോട്ട് വഴി അറിയില്ല. അപ്പോൾ ഇവിടെ കാക്കയോട് ചോദിച്ചു. അങ്ങോട്ട് പാലത്തിന് വഴിയോട് ചോദിച്ചു. എന്താ പറഞ്ഞത്? അപ്പോൾ എന്തിനാ പോണേ അവിടെ നിൽക്കരുതെന്ന് പറഞ്ഞത്. അപ്പോൾ എന്താ സംഭവം അവിടെ എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഒരാൾ മരിച്ചിരിക്കണം അവിടെ അങ്ങനെ നിന്നിട്ട് ഇത് ഞങ്ങൾ ഇപ്പോൾ നമ്മളിവിടെ ഈ സ്റ്റീൽ കണ്ടിട്ട് കണ്ടോ ട്രെയിൻ കണ്ടോ? മാറിക്കോട്ടോ.